ഇന്ന് നമുക്ക് നന്നായി പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് കണ്ടുനോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് നന്നായി പഴുത്തിട്ടുള്ള 2 നേന്ത്രപ്പഴം ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ നേന്ത്രപ്പഴം നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നന്നായി പഴുത്ത പഴമാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പഞ്ചസാരയും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തേങ്ങയും കൂടി ഇട്ട് 1 മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 നുള്ള് ചുക്കുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇടുമ്പം ശരിക്കും ഒരു പ്രത്യേക ഫ്ലേവറായിരിക്കും നമ്മുടെ ഈ ഒരു സ്നാക്കിന്. ഇനി എല്ലാം കൂടി നന്നായി വഴറ്റിയതിന് ശേഷം അവസാനമായിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ റവ ചേർക്കുന്നുണ്ട്. വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല. ഇനി റവയും കൂടി ഇട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. കിസ്മിസ് വേണമെന്നുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് അളവിൽ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കട്ടിയായി വരും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് നല്ലൊരു കട്ടിയുള്ളൊരു മാവിൻ്റെ പരുവത്തിലാക്കിയെടുക്കണം. അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ നല്ല കട്ടിയായിട്ട് വന്നോളും. അപ്പോൾ ഈ ഒരു പരുവമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അപ്പോൾ തന്നെ മറ്റൊരു ബൗളിലേക്ക് മാറ്റുക. ഇല്ലെങ്കിൽ ആ പാനുമായിട്ടുള്ള കോണ്ടാക്റ്റുള്ള പോർഷൻ നല്ല ഹാർഡായി പോകും. ഇനി അല്പം ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതുപോലെ സ്പൂൺ കൊണ്ട് കുറേശ്ശെയായിട്ട് എടുത്ത് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ബോൾ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല, ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം. ഞാനിപ്പോൾ എന്തായാലും ഇതുപോലെ ബോൾസ് ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാം തന്നെ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂണൂടെ നെയ്യ് ഒഴിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് ചുറ്റിച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ ബോൾസായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് എല്ലാ സൈഡും ഒന്ന് മൊരിയിച്ചെടുക്കേ വേണ്ടുള്ളൂ. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഒരു സ്നാക്ക് കഴിക്കാനായിട്ട്. നമ്മുടെ ചായയുടെ കൂടെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കുട്ടികൾക്കാണെങ്കിലും ഈ ഒരു സ്നാക്കിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും നല്ല പഴുത്ത പഴം വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ കളയണ്ട, പെട്ടെന്ന് തന്നെ പോയി ഇത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ.